ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അസിൽവ അനിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് മ്യൂസിക് കൂടുതലാണ്, എൻ്റെ വോയിസ് കേൾക്കുന്നില്ല പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ഒരു വീഡിയോ ആയ കാരണമാണ് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്ന് നമ്മൾ ആടലോടകത്തിൻ്റെ പൊടിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് കുറച്ചധികം ആടലോടകം കിട്ടുകയാണെങ്കിൽ സ്റ്റോർ ചെയ്ത്, അതുപോലെ പുറത്തേക്കൊക്കെ പോകുന്നവർക്കാണ് വെച്ചെങ്കിൽ മരുന്ന് കൊണ്ടുപോകാനും ഒക്കെ സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു തരത്തിലുള്ള മരുന്നാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ആടലോടകം കൊണ്ട് പല മെത്തേഡ് നമ്മൾ ചെയ്യും. ആടലോടകത്തിൻ്റെ നീര് പിഴിഞ്ഞതിൽ തേൻ ചാലിച്ച് കഴിക്കും. അതുപോലെ തന്നെ ആടലോടകം നാടൻ കോഴിമുട്ടയിൽ ആടലോടകത്തിൻ്റെ നീര് ചേർത്ത് ഇങ്ങനെ പൊരിച്ച് കഴിക്കും. ഇതൊക്കെ നമുക്ക് ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെ നല്ലത് തന്നെയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ, അതുപോലെ കുറച്ചധികം കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിലില്ലാച്ചെങ്കിൽ പുറമേ നിന്നൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലുള്ള മെത്തേഡാണ് നമ്മൾ കാണിക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതിനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആടലോടകം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ഇല എപ്പോഴും അതെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം കഴുകണം. അപ്പോൾ വേനൽക്കാലത്താണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് പൊടി ഉണ്ടാവും. വർഷക്കാലത്തായാലും അത് അതിനകത്ത് നിറച്ച് അഴുക്കും ഇതൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി അതിൽ ബാക്കിലൊക്കെ എട്ടുകാലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി നമ്മൾ നന്നായിട്ട് വെള്ളം വരാൻ വേണ്ടി വെക്കുക. മാക്സിമം നമ്മൾ ചെറിയ ആടലോടകം എടുക്കാൻ ശ്രദ്ധിക്കുക. വലിയ ആടലോടകവും ചെറിയ ആടലോടകം അങ്ങനെ രണ്ട് തരത്തിലുണ്ട്. ഞാൻ പൊട്ടിക്കുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല. ചെറിയ ആടലോടകമാണ് നമുക്ക് കുറച്ച് നല്ലോണം ഗുണം ഉള്ളത്. ഇനിയിപ്പോൾ അത് കിട്ടാൻ പാകില്ല എന്നുണ്ട് വെച്ചെങ്കിൽ വലിയ ആടലോടകം എടുത്താലും പ്രശ്നമില്ല. കിട്ടുകയാണെങ്കിൽ ചെറുതന്നെ എടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായി കഴുകി നമ്മൾ വെള്ളം വരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്കിത് നന്നായി തുടച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. അപ്പോൾ നമ്മുടെ ആടലോടകത്തിൽ ഇതിൽ നല്ല വലിപ്പമൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വളമുള്ള സ്ഥലത്ത് നിൽക്കണ കാരണമാണ് കേട്ടോ. ഇത് ചെറിയ ആടലോടകമാണ്. ഇങ്ങനെ ചെറിയ ഇലകളായിട്ടാണ് നിൽക്കുന്നുണ്ടായിരിക്കുക. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ ആടലോടകത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ കയ്പുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ഈ മരുന്നിന് അത്ര അധികം കയ്പുണ്ടായിരിക്കില്ല. നമ്മൾ ഇതിനകത്ത് അരി വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനുമായിട്ട് മട്ടരി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അരി ഒരു 2 പിടി, എൻ്റെ കയ്യിൽ 2 പിടി, അതാണ് അളവ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ അരിയുടെ അളവ് നമ്മൾ ഈ ബൗളിൽ 1/2 ബൗൾ കേട്ടോ. പിന്നെ ജീരകം എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ജീരകമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ കുരുമുളക് ഒരു 15 കുരുമുളക്. ഒരുപാടൊന്നും ഇടാൻ പാടില്ല. നമ്മൾ ഒരു ചെറിയ എരിവ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതാണ്. പിന്നെ കുരുമുളക് അധികം ഉപയോഗിക്കുന്നത് അത്ര നന്നല്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കൽക്കണ്ടം. കൽക്കണ്ടം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൽ ഞാൻ വെള്ളക്കൽക്കണ്ടാണ് എടുത്തിരിക്കുന്നത്. പനക്കൽക്കണ്ടം കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ അതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. കൊച്ചു കുട്ടികൾക്കായാലും നമുക്ക് മരുന്നിനൊക്കെ യൂസ്ഫുൾ ഈ പനക്കൽക്കണ്ടം എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വെള്ളക്കൽക്കണ്ടാണ്. അപ്പോൾ കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ അത് ചേർത്തോളൂ, അതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. ഇനി ഇതിൽ അരിയും ജീരകവും നമ്മൾ നന്നായിട്ടൊന്ന് കഴുകണം. കഴുകിയിട്ട് ഇതുപോലെ തന്നെ വെള്ളമൊക്കെ പോയതിന് ശേഷം വേണമെങ്കിൽ ഒരു കിച്ചൺ ടവലിൽ ഇട്ടിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം. ഇത് നമ്മൾ വറുത്തെടുക്കുന്നതാണ് എങ്കിലും നമ്മളൊന്ന് കഴുകിയിട്ട് ഒന്ന് കിച്ചൺ ടവലിൽ തുടച്ചാൽ നമുക്ക് വറുത്തെടുക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഇപ്പം നമ്മുടെ അരിയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അരിപ്പയിലൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒന്ന് വാലാൻ വേണ്ടി വെച്ചതിന് ശേഷം ഒരു കിച്ചൺ ടവലെടുത്ത് നന്നായി ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പം തന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിച്ചൺ ടവൽ കൊണ്ട് തുടച്ചിട്ട്. അപ്പം നിങ്ങൾ മുമ്പ് തന്നെ അരി കഴുകിയിട്ട് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അതുപോലെ ജീരകവും അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പം നമ്മളിപ്പോൾ തന്നെ ജസ്റ്റ് കഴുകിയിട്ട് ഈ കിച്ചൺ ടവലിലിട്ടിട്ട് ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ അരിയും അതുപോലെ തന്നെ ജീരകവും. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ആടലോടകം ഉണ്ടല്ലോ, വെള്ളം വാർന്നു പോയാലും അതിനകത്ത് നനവുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ഇലയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം. എല്ലാം അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ തുടച്ചു കൊടുക്കുക. അപ്പോഴാണ് ഇലയിലത്തെയൊക്കെ വെള്ളം നന്നായിട്ട് പോവുക. അല്ലെങ്കിൽ നമുക്ക് വറുത്തെടുക്കുമ്പോൾ അത് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ അത് കാരണം ഓരോ ഇലയും നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ച് എടുക്കുക തന്നെ വേണം. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് എടുക്കണം. അപ്പം ഇതുപോലെ പിടിച്ചിട്ട് നല്ല ചെറിയ എന്തെങ്കിലും കത്രികയോ അല്ലെങ്കിൽ കത്തിയോ ഉണ്ട് വെച്ചെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഈ ഇലയുടെ കടഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇത് നമ്മൾ ഇതിനകത്ത് ചേർക്കില്ല. ഈ തണ്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് വറുത്തെടുക്കുമ്പോൾ ഇല പെട്ടെന്ന് വറന്ന് വരും ചെയ്യും. ഈ തണ്ടാണെങ്കിൽ ഈ ടൈമിൽ വറുത്ത് കിട്ടില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ അതിൽ ശരിയായിട്ട് വറുത്ത് കിട്ടിയില്ല വെച്ചെങ്കിൽ പൂപ്പിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, ഫംഗസ് വരും. അപ്പോൾ അത് കാരണം നമ്മൾ ഈ കടഭാഗം ഉണ്ടല്ലോ ഇത് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മുടെ ആടലോടകമൊക്കെ നന്നായി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പണി. അപ്പോൾ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് കട്ടിയുള്ള ഒരു പാൻ തന്നെ എടുക്കുക. ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ടത് അരിയാണ്.
അപ്പോൾ അരി നമ്മൾ കിച്ചൺ ടൗണിലൊക്കെ ഇട്ട് തുടച്ചിട്ട് ഒരു ചെറിയ തണവൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വറുത്തെടുക്കാം. അരിയൊക്കെ ആവണം എന്നുണ്ട് വെച്ചെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തുടക്കത്തിൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്ത് എടുക്കണം. അപ്പോൾ അരിയുടെ ഒരു പാകം എന്ന് പറയുന്നത് നമുക്ക് അരി വറുത്ത് വരുമ്പോൾ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ അത് വിരിഞ്ഞു വരും. ആ ഒരു പാകം വരെയാണ് നമ്മൾ വറുത്തെടുക്കുക. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ജീരകമൊക്കെ ഇടും. അരിയുടെ ആ തണവൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒന്ന് നല്ല രീതിയിൽ ചൂടായി വരുന്ന ഈ ടൈമിൽ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ജീരകം ഇട്ട് കൊടുത്തിട്ടും നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ വലിയ അടുപ്പിലാണെന്ന് വെച്ചെങ്കിൽ നല്ല തീയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. ജീരകമൊക്കെ ആകുമ്പോൾ പെട്ടെന്നൊന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ കുരുമുളകും കൂടിയും ഇട്ട് കൊടുക്കാം. കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇല ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഒന്ന് ചെറുതായിട്ട് തീ ഒന്ന് കുറച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ അരി നല്ല ചൂടൊക്കെ ആയിട്ട് അത്യാവശ്യം വറവായി വന്നിട്ടുണ്ട്. എന്നാലും മുഴുവൻ വറവായിട്ടില്ല. ഈ ഒരു ടൈമിൽ നമുക്ക് ഇനി ആടലോടകത്തിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ ഇല പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇലയുടെ ജലാംശമൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അത് ഇങ്ങനെ പൊട്ടി വരണം. ആ ഒരു പാകത്തിന് വരെ നമുക്ക് വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ ഇതിലേക്ക് ഒരു ഇതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീയൊന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിലെ അടിയിൽ നമ്മളിപ്പോൾ ഇത് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അരിയൊക്കെ പൊട്ടുന്ന ഒരു ശബ്ദം കേൾക്കും. ഏകദേശം ഒരു 10-13 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. അത് നമ്മൾ ഇടയിൽ ലോ ഫ്ലെയിം, മീഡിയം, അങ്ങനെ ഹൈ ഫ്ലെയിം അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടൈം പറയാൻ പറ്റില്ല. ഏകദേശം നമുക്ക് അത് വറുത്ത് വരുമ്പോൾ മനസ്സിലാവും. ഇലയിലെ വെള്ളം മാറിയോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതിയാവും കേട്ടോ. ഇനി നമ്മളിതൊന്ന് ചൂടാറാനായിട്ട് വെക്കുക. അതിന് ശേഷം വേണം നമുക്ക് പൊടിച്ചു എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കൽക്കണ്ടം വലിയ കൽക്കണ്ടമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മിക്സി ജാറിനകത്ത് ഡയറക്റ്റ് ഇടരുത്. ജസ്റ്റ് ഒന്ന് കുത്തി പൊടിച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് 2 ബാച്ചായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ കൂട്ടത്തിൽ കൂടെ തന്നെ കൽക്കണ്ടം കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത പൊടി ഒരു അരിപ്പയിൽ വെച്ച് അരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പൊടിയാത്തതുണ്ടെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒന്നും കൂടി ഇട്ട് പൊടിച്ചെടുക്കുക. നമ്മുടെ ആടലോടക പൊടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത്. ശിരസിൽ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ തേനിൽ ചാലിച്ച് കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. വലിയവർക്ക് പിന്നെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ആടലോടകത്തിന് നല്ല പ്രതിരോധ ശേഷിയുള്ളതാണ്. അപ്പോൾ അത് ഏത് മെത്തേഡിൽ കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഗുണം കിട്ടും. നമ്മുടെ ചാനലിൽ തന്നെ നമ്മളിതുപോലെ ചുമയ്ക്കും കഫക്കെട്ടിനും വേണ്ടിയിട്ട് വേറൊരു മരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. നെല്ല് ഉപയോഗിച്ചിട്ട്. അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് കിട്ടാൻ ഇതുണ്ട് വെച്ചെങ്കിൽ അത് ചെയ്ത് നോക്കും. നല്ല ഗുണമുള്ളതാണ്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.